അച്ഛാ, ഗോപികൃഷ്ണ, കണ്ണപ്പമാവ വന്നിരിക്കണോ, വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണൻ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി. അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസം. ചബി, അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനിൽ എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്ന മച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു എന്നറിഞ്ഞപ്പം, അല്ല, ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് അച്ഛാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കാം. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ചമ്പി, ഞാനോട് തല്ലാൻ ഇതിലൊന്നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തതാ. അച്ഛൻ മാറി നിൽക്ക്. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരെ അവര് നോക്കിക്കൊള്ളൂ. അമ്മയിൽ ഇടപെടണ്ട. അടിക്കണം പറ. ഹരീഷ, നെഞ്ചിടിക്കണു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഹരീഷ്ണം വന്നു അമ്മ, ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാൻ ആകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങണ്ടയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ. നീ വരുന്ന വഴിയാണോടാ? അതെ, അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ലക്ഷണം കൊണ്ട് നല്ലതാ മച്ചമ്പി. ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ. ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണെ? പവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാനിവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലും എന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ. കൊശം അതിനൊക്കെ കുട്ടിയുടെ അച്ഛനാണല്ലേ? എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ചം മലയാളം അറിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനീന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. கடவுளே, நிறைய தண்ணி இருக்கே. இங்க ஒரு மாசம் எத்தனை திருடர்களை பிடிக்கும்? എന്താ? இல்ல, இந்த திருடர்களோட எண்ணம் கிடைச்சா தேங்காயோட எண்ணம் கிடைக்குமே. ஹரி சொல்லி இருக்கு எல்லா அப்பாவோட ஐஸ்வர்யம் தான். ஹரி மேல நம்பிக்கை உள்ளனால தான் அவளை இந்த குடும்பத்துக்கு அனுப்பி வச்சது. நீங்க பெரிய மனுஷன், எல்லாம் பாத்துக்கணும். അവർ ரொம்ப പാവം. ഏറ്റു. എന്താ പേര് പറഞ്ഞത്? പവിഴം. അതല്ല, നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗവനിച്ചോളാം. എന്താ പോരെ? മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ?
അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും താനേ പേശണം. ആ സകല ചെലവും കഴിഞ്ഞ് 100 റുപ്യ തരും. ഇതാ മതിയോ? ഞാൻ എന്നെ ചൊല്ലരുത്. ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരികയില്ലേ? അറിയില്ല, അറിയാനായി. ഞാനൊന്നും വാങ്ങാറില്ല. ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങത്തില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഇതാ ഈ കോണം വരെ. എന്താ ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷാச்சு. എന്താ പ്രശ്നം கிடையாது. അപ്പൊ ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ. അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക. ഒരു ഉഷാറ് വരും. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ആ. ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മേ ഇനിതാ പെണ്ണെ, അങ്ങോട്ട്. ഇതാ നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ. അമ്മേ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നതാ? ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങ് എറിയ. ഇനി ആ വെള്ളം ഇങ്ങ് എറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ. ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആ അവിടെ നിൽക്കേ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥ, നിങ്ങൾ ഇവിടുത്തെ കാര്യസ്ഥ. നമ്മൾ ഒരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നോടെ. വലിയേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ. വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്. ഇപ്പൊ നീന്താൻ നല്ല സുഖാ. നിലാവ് നീന്തല് തമ്മിൽ എന്താണ് കഴുതേ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നത്. പവിഴം, പവിഴം, പേടി തോന്നുന്നുണ്ടോ പവിഴം? പേടിയില്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. എന്താ? വീണ് കിട്ടിയ ഇത്തിരി സമയല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ. നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി. ആ മൂത്ത മോനും അച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ നിങ്ങൾക്കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ, നിന്റെ പേരെന്തുവാടി? ബാനു, ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങള്.